അപ്പൊ അങ്ങനെ തുടങ്ങുമല്ലേ. ഈ ആർമി ക്വാർട്ടറിൽ നിൽക്കുന്നവർക്കറിയാവേ, നമുക്ക് വീക്കെൻഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ എങ്കിലും ബാക്കിയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചേ പറ്റത്തുള്ളൂ. നാട്ടിൽ നിന്ന് വെച്ചാൽ നമ്മൾ 200 രൂപയ്ക്ക് 150 രൂപയ്ക്ക് നമ്മൾ വെജിറ്റബിൾസും ഒക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാണുമായിരിക്കും. ഇവിടെ പുറത്തുനിന്ന് വെച്ചാൽ വെജിറ്റബിൾസിന് നല്ല റേറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നാട്ടിലെ വെജിറ്റബിൾസിന് നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ ഇവിടെ ബഡുവാസി മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് വന്നിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല ലാഭത്തിലാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കിട്ടുന്നത്. ഇവിടെ മെയിൻ ആയിട്ടും ഈ രാജസ്ഥാനിലുള്ള ഒരു കോമൺ ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസും ഒക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ടും വരുന്നതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് മേടിക്കാനാണ്. നല്ല ലാഭത്തിൽ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ ഇവിടെ സീസണിൽ പൊക്കോണ്ടിരിക്കുന്ന പ്ലമ്മും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പ്ലമ്മും മാങ്ങയും പഴവും ഒക്കെയാണ് മേടിച്ചത്. അതും മേടിച്ച് നമ്മൾ കോർട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ രാജസ്ഥാനിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊക്കെ കോമൺ ആയിട്ട് ഞങ്ങൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ കേരള സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ചെന്നൈ മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഇവിടെ രണ്ടിടത്തും പോയാണ് ഞങ്ങൾ ആവശ്യമുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം മേടിക്കുന്നത്. അപ്പം പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഇതിൽ കാണാം.